നെറ്റ്ഫ്ലിക്സിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും കേട്ട് വന്നൊരു സ്ഥിരം കഥയുണ്ട്. 1997 റീഡ് ഹേസ്റ്റിങ്സ് എന്നൊരു വ്യക്തി ബ്ലോക്ക് ബസ്റ്റർ വീഡിയോ ലൈബ്രറിയിൽ നിന്നും അപ്പോളോ 13 എന്ന് പറയുന്ന സിനിമയുടെ കാസറ്റ് വാടകയ്ക്ക് എടുക്കുന്നതാണ് ആ കഥ. ആ കാസറ്റ് തിരിച്ചു കൊടുക്കാൻ അദ്ദേഹം മറന്നു പോവുകയും വൈകിയതിൻ്റെ പേരിൽ $40 ഫൈൻ അടിക്കേണ്ടി വരികയും ചെയ്തു എന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ ദേഷ്യത്തിൽ ഫൈൻ ഇല്ലാതെ ഒരു കമ്പനി തുടങ്ങണം എന്ന വാശിയിലാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ സ്ഥാപകൻ അത് ഉണ്ടാക്കിയത് എന്നാണ് കഥ. കേൾക്കാൻ നല്ല രസമുള്ള ഒരു സിനിമാറ്റിക് ടച്ചുള്ള കഥയാണത്. ഒരു ഹീറോയുടെ ഉദയം പോലെ തോന്നിക്കുന്ന ഒരു സംഭവം. എന്നാൽ ബ്രാൻഡിങ്ങിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട മനോഹരമായൊരു നുണയാണ് എന്നാണ് പിന്നീടത് വെളിയിൽ അറിയപ്പെടുന്നത്. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. യഥാർത്ഥ കഥ കുറച്ചുകൂടി ടെക്നോളജിക്കലും എന്നാൽ അതിനേക്കാളേറെ അഡ്വഞ്ചറസുമാണ്. ഈ ബിസിനസ്സിൻ്റെ അടിത്തറ സിനിമയോടുള്ള സ്നേഹമൊന്നുമല്ല, മറിച്ച് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന പ്രത്യേക ടൈപ്പ് കണക്കുകളായിരുന്നു. 1997 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലാവും. നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ അത് ഏകദേശം 2005 വരെയൊക്കെ തന്നെ നീണ്ടു വന്നിട്ടുണ്ട്. ഈ VHS എന്ന് പറയുന്ന പ്രത്യേകതരം കാസറ്റുകൾ അന്നുണ്ടായിരുന്നു. ഇഷ്ടിക പോലെ വലിപ്പമുള്ള താഴെ വീണാൽ പൊട്ടുന്ന കാസറ്റുകളാണവ. അത് പോസ്റ്റിൽ അയക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം വലിപ്പമുണ്ട്, ഭാരമുണ്ട്. സോ അയക്കാനുള്ള കാശ് തന്നെ മുതലാകില്ല. ഒരു കാസറ്റ് അയക്കാനും അത് തിരിച്ചു വിളിക്കാനും ചിലവാകുന്ന തുക എന്ന് പറയുന്നത് ആ ഒരു കാസറ്റ് വാടകയായി ലഭിക്കുന്ന തുകയേക്കാൾ കൂടുതലാണ്. പക്ഷേ റീഡ് ഹേസ്റ്റിങ്സും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള മാർക്ക് റാൻഡോൾഫും വളരെ ലോങ് വിഷനുള്ള വ്യക്തികളായിരുന്നു. അവർ അമേരിക്കൻ വിപണിയിൽ അപ്പോൾ മാത്രം എത്തിത്തുടങ്ങിയ ജപ്പാനിൽ നിന്ന് വരുന്ന DVD എന്ന പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ച് മനസ്സിലാക്കി. തീരെ കനം കുറഞ്ഞ തിളങ്ങുന്ന പോറലുകൾ ഏൽക്കാത്ത ആ ഒരു പ്ലാസ്റ്റിക് ഡിസ്കുകൾ കണ്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇത് തപാലിൽ അയക്കാൻ വെറും 32 സെൻറ്റ് മാത്രമേ ചിലവ് വരൂ. അതായത് $10 പോലും വരുന്നില്ല. അവിടെയാണ് നെറ്റ്ഫ്ലിക്സ് ജനിക്കുന്നത്. സിനിമയോടുള്ള അടങ്ങാത്ത പ്രണയമല്ല ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലായില്ലേ, മറിച്ച് തപാൽ സംവിധാനം ഉപയോഗിച്ച് എങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ എന്ന ഭീമനെ തോൽപ്പിക്കാം എന്നൊരു ബുദ്ധിയിൽ നിന്നാണ് അവർ ഇത് തുടങ്ങുന്നത്.